ഹായ് ഡിയേഴ്സ്, എല്ലാവരും +2 എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ JEE എക്സാമിൻ്റെ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കേരളത്തിൽ ഒരുപാട് നല്ല റിസൾട്ടുകളൊക്കെ ഇത്തവണ JEE എക്സാമിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു JEE എക്സാം എന്ന് കേൾക്കുമ്പോൾ പല മക്കൾക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, എന്താണ് ഈ JEE എക്സാം എന്ന് പറയുന്നത്, ആ ഒരു എക്സാം എഴുതിയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടൊക്കെ അല്ലേ. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട 2 ടീച്ചേഴ്സിനെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ഷാഹിദ് സാറും അതേപോലെ നമ്മുടെ സൈലത്തിൻ്റെ JEE ഫാക്കൽറ്റി ആയിട്ടുള്ള റുഫൈറ്റ് സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാർ, എന്താണ് ഈ JEE എക്സാം? നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും ഡീറ്റെയിൽ ആയിട്ട്. ഈ ശരിക്കും JEE എന്ന് കേൾക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ +2 കാലം ഓർമ്മയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാൻ എൻട്രൻസ് എഴുതിയിട്ടില്ല അന്ന് +2. കാരണം ഒന്നാമത്തത് അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ അറിയില്ല. JEE എന്താണ്, JEE എഴുതി എന്തൊക്കെയാണ് എനിക്ക് ബെനിഫിറ്റ്, എനിക്ക് ആകെ അറിയുന്ന ഒരു ഞാൻ ഓർത്ത് വെച്ചൊരു കാര്യം, ശരിയല്ല പിന്നീട് തെറ്റാന്ന് മനസ്സിലായി. ഈ JEE എക്സാം എഴുതിയിട്ട് നല്ല റാങ്ക് കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ IIT-കളിലൊക്കെ പോകും. ഈ IIT പറഞ്ഞാൽ ഭീകര ഒരു സംഭവമാണല്ലോ. പിന്നെ അതിൽ കുറച്ച് മാർക്ക് കുറവുള്ള ആൾക്കാർ NIT-കളിൽ പോകും. അങ്ങനെയാണ് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടത്. അതെ, പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. സാർ എന്താണ് സാർക്ക് അതിനെ അതില് സാറ് പറഞ്ഞ സമയത്ത് എനിക്ക് എന്റെ ഒരു പഴയകാല ഓർമ്മ വന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് ഈ JEE എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ കാൽക്കുലേറ്ററും അതോടൊപ്പം തന്നെ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നാൽ എനിക്ക് അറിയില്ലായിരുന്നു പറ്റില്ല എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴും അങ്ങനെ ചിലപ്പോ JEE എക്സാം എന്താണെന്ന് അറിയാത്ത ഒരുപാട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ തമ്പ് തന്നെ ആവറേജ് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഈ ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സാമിനെ പറ്റി ചിലപ്പോൾ അറിയാനുണ്ടാവില്ല, നല്ല കാലിബറുള്ള കുട്ടികളായിരിക്കും. അതെ അതെ അതെ. അപ്പൊ അതിലിപ്പം എന്താണ് JEE എക്സാം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാല് പിന്നെ നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലൊരു ബോധം അതിനെ കുറിച്ച് കുറവാണ്. അപ്പൊ എന്താണ് JEE എക്സാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം എഞ്ചിനീയറിംഗ് കോളേജുകളാണ് IITs അതേപോലെ NITs. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. അത് 2 ഘട്ടങ്ങളാണ്. ഒന്ന് JEE മെയിൻ ഉണ്ട്, അതേപോലെ JEE അഡ്വാൻസ്ഡ് ഉണ്ട്. ഈ JEE മെയിൻ ഒരു കട്ട് ഓഫ് കടന്നവർക്ക് മാത്രമേ അഡ്വാൻസ്ഡ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ സംഭവം അതിനെ പറ്റുള്ളൂ. JEE അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രീമിയമായ IIT-യിലേക്ക് പോകാനുള്ള എക്സാം ആണ്. JEE മെയിൻ നമ്മളൊരു നല്ലൊരു പെർസെന്റേജ് അല്ലെങ്കിൽ നല്ലൊരു സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് NIT-കളിൽ അഡ്മിഷനും കിട്ടും. അതാണ് അതിന്റെ ഒരു ഏറ്റവും ചുരുക്കിയിട്ട് നമുക്ക് പറയാനുള്ള സംഭവം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ +2-ൽ ഒരു 75% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് JEE എക്സാം എഴുതാനൊക്കെ സാധിക്കും. പക്ഷേ സാർ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു റിസൾട്ട് +2-ന്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എബോവ് 75% ഉള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് വെച്ച് ഈ JEE എക്സാമിന് അപ്പിയർ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ നമ്മുടെ ഒരു റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മെച്ചപ്പെട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഞാനിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മുടെ തമ്പ് തന്നെ ശ്രദ്ധിച്ചാൽ ആവറേജ് സ്റ്റുഡൻസിനും JEE എഴുതാൻ പറ്റും അല്ലെങ്കിൽ IIT-കളിലൊക്കെ എത്താൻ പറ്റുമെന്നുള്ള. ശരിക്കും സാർ എനിക്ക് തോന്നുന്നത്, സാർ എനിക്ക് ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്, PCM എന്ന് പറയുന്ന ഈ സബ്ജക്റ്റുകൾക്ക് 75% മാർക്കുള്ള കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഏതൊരു ആവറേജ് സ്റ്റുഡൻസിനും ആവറേജ് സ്റ്റുഡൻസിന് വരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് IIT-കൾക്ക് എത്താൻ പറ്റും എന്ന് തന്നെയാണ്. ഹാർഡ് വർക്കാണ് അതിന്റെ. അതില് പിന്നെ അതിന് 3 പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് മിസ് കുറഞ്ഞു പറഞ്ഞല്ലേ, ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. അത് കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ അല്ലെ SSLC വിജയശതമാനം എത്രയാണ്? ലിറ്ററസി എത്രയാണ് അല്ലെ? പറയപ്പെടുന്നു അല്ലെ? അപ്പൊ ഇത്രയും സംഭവമായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള IIT ശതമാനം എത്ര പേരുണ്ട്? അതായത് ഒരു IIT എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം പേര് മലയാളികളുണ്ട്? മിസ്സിന് ഏകദേശം ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും? 30% അത് മലയാളികളെ അപമാനിക്കുന്ന പോലെ അല്ലേ? 30% അപമാനിക്കുന്ന പോലെ അല്ലേ? മിസ് ഏകദേശം 40 അല്ലേ? മതിയോ? മതി സാറ് പറഞ്ഞോളൂ. എന്താണ് മിസ്സിന്റെ ഉത്തരം വളരെയധികം തെറ്റാണ്. അതായത് 1%. അതായത് 100 ആളുകളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമാണ് മലയാളിയായിട്ട് IIT-കളിലേക്ക് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാരണം ഒറ്റയടിക്ക് പറയാൻ 3 കാരണങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മള് അതിനെ കുറിച്ച് എന്തല്ല ബോധവന്മാരല്ല. നമ്മളതിന്റെ എക്സാമ്പിൾസ് ആണ്. പണ്ട് നമുക്ക് ബോധമുണ്ട് അല്ലെ? പിന്നെ നമുക്ക് അന്ന് പറഞ്ഞുതരാൻ സൈലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയാ മലയാളികളുടെ ആറ്റിറ്റ്യൂഡാണ്. മൂന്നാമത്തെ കാര്യം നമുക്ക് പറ്റില്ല എന്നൊരു തോന്നൽ നമ്മുടെ കുട്ടികളുടെ ഇടയിലുണ്ട്. അതൊരു ഭീകര അതാണ്. എന്റെ മനസ്സിൽ വന്നൊരു തോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പൊ എനിക്ക്
പ്രധാനമായിട്ടും തോന്നുന്നത് ഇപ്പൊ സാറ് പറഞ്ഞതിനൊപ്പം തന്നെ ഒരു ഫാക്ടറും കൂടെ ഞാനൊന്ന് പറയാണ്. അതായത് ഈ IIT പഠിച്ചത് എന്താ കാര്യം അല്ലെ? IIT പഠിച്ചിട്ട് എന്താ ബെനിഫിറ്റ്? അല്ലെ IIT ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ അല്ലെ എഞ്ചിനീയറിംഗ് കോളേജിൽ IIT വരെ പോണം എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ശരിക്കും ഇവർ അവിടെ പഠിക്കുന്നത് കൊണ്ടുള്ള എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അതും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് ഒന്നും കൂടെ ഒരു മോട്ടിവേഷൻ ആവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ പഠിച്ചത് MSc മാത്സ് പഠിച്ച ഒരാളാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ മൊകേരി ഗവൺമെന്റ് കോളേജാണ്, അവിടുത്തെ ഒരു സ്ഥാപനമുണ്ട്. വലിയൊരു സംഭവ കോളേജ് ഒന്നും അല്ലെങ്കിൽ പോലും ഒരു ഗവൺമെന്റ് കോളേജാണ്. പക്ഷേ ഇതിന് ശേഷം ഞാൻ ഒരു യൂണിവേഴ്സിറ്റി, ഞാൻ എന്നും വരുന്നത് കേരളത്തിൽ എത്ര NIT ഉണ്ട്? ഒരു NIT. അതിന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ എന്ന് വരുന്ന സമയത്ത് ആലോചിക്കും, ഒരു മതിൽ തുടങ്ങിയിട്ട് അടുത്ത മതിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം ഉണ്ട്. അതായത് അത്രയും വലിയ സ്ഥാപനങ്ങളാണ്, അത്രയധികം കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അവിടെ കുട്ടികൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, NIT കാര്യം പറഞ്ഞത്. അപ്പൊ IIT സാർക്ക് എന്നാ പറയാൻ സാറ് സത്യം പറഞ്ഞ IIT ക്യാമ്പസ് എനിക്ക് ഇങ്ങനെ രക്തം ഇങ്ങനെ കയറി വരും. ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ, അതും ജീനസ് ചാനലുണ്ട്. അടിപൊളി അടിപൊളി 3 എപ്പിസോഡുകൾ കാണുന്നുണ്ടോ അല്ലെ? അപ്പൊ ഇതിലെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാല് വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയാണ്. അതായത് അതിന്റെ ഉള്ളില് പിന്നെ എന്താ പറയാ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഓക്കെ, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതേപോലെ തന്നെ അടിപൊളി ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, അങ്ങനെയൊക്കെയാണ്. അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പങ്കെടുക്കാതെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഓപ്പൺ എയർ തിയേറ്റർ എല്ലാ ശനിയാഴ്ച അവിടെ പുതിയ സിനിമ കാണിക്കുന്ന പറഞ്ഞു. നമ്മള് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇതൊക്കെ കാണാനാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് പറയുമ്പോ ശരിക്കും അതാണ് അവിടെയാണ് ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. സാറൊന്ന് ആലോചിക്കുക, 5000 6000 ആൾക്കാരെ കൂടെ നമ്മൾ വരുന്നിട്ട് ഒരു വേൾഡ് കപ്പ് ഫൈനലൊക്കെ കാണുന്നത്. ഞാൻ കേട്ട വലിയൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് IIT-കളിലൊക്കെ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ കമ്പനികളുണ്ട്. അത് ഇന്റർനാഷണൽ കമ്പനികൾ, നാഷണൽ വൈഡ് അല്ല, ഇന്റർനാഷണൽ കമ്പനികൾ വരെ ഡയറക്റ്റ് ആയിട്ട് ആ കോളേജുകളിൽ വന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ കൊണ്ടുവന്നു സുന്ദർപ്പിച്ചേ കേട്ടു. ഗൂഗിൾ സുന്ദർപ്പിച്ചേ മാത്രല്ല, ഇന്ന് എനിക്ക് നമ്മുടെ നുസ്രത്ത് മാം ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ലൈക്ക് ഒരു IIT പഠിച്ച ഒരാൾക്ക് ഒരു ജപ്പാനീസ് കമ്പനി ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് കൊടുത്തു. 3.5 കോടിയാണ് ആനുവൽ അല്ലെ, ലാക്ക് പെർ ആനുവൽ. ഞാൻ മിസ്സോട് ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി വിചാരിക്കുന്നു, IIT സാലറി എത്ര? അല്ല, അപ്പൊ അവിടുത്തെ പ്ലേസ്മെന്റുകളൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ? അതെ, പ്ലേസ്മെന്റ് അടിപൊളിയാണ്. പിന്നെ അതില് മിസ് ഒന്ന് ആലോചിക്കാം, അവിടെ വരുന്ന കമ്പനീസ് തക്കട തുക്കട കമ്പനീസ് അല്ല, വേൾഡ് ക്ലാസ് കമ്പനീസ്. ഫോർ എക്സാമ്പിൾ ആപ്പിൾ വരുന്നുണ്ട്, സാംസങ്, ഗൂഗിള്, ആമസോൺ, എല്ലാ സംഭവങ്ങളും. നമ്മളെ IIT-കളിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പേഴ്സണലി ഒരു ബ്രാൻഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പൊ ഷാഹിദ് റംസാൻ IIT ഇറങ്ങുകയാണെങ്കിൽ ഷാഹിദ് റംസാൻ എന്ന് പറയുന്നത് ബ്രാൻഡ് ഓട്ടോമാറ്റിക്കലി. അതായത് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ പിന്നെ IIT ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ കിട്ടും. അതിന് സാറേ പോട്ടെ, നമ്മളെ ഇക്ബാൽ സാറിന്റെ എന്താ ഇൻസ്റ്റാഗ്രാം ഐഡി എന്താ? ഇക്ബാൽ IIT. ഇക്ബാൽ IIT മദ്രാസ്. അങ്ങനെയാണോ? എനിക്ക് അതൊരു ഭീകര സംഭവം തന്നെയാണ്. അല്ല, അതിലേ ഞാൻ ഇക്ബാൽ സാറെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ചെറിയൊരു എക്സാമ്പിള്, ചെറിയൊരു കഥ ഓർമ്മ വന്നു. നമ്മുടെ നേരത്തെ കേരളത്തിലെ നമ്മുടെ ബോധത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോ സാറ് ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് 2006-ലോ 2005-ലോ ആ സമയത്താണ് കഷ്ടപ്പെട്ട് പഠിച്ച് എന്ത് ചെയ്യണം IIT എത്തിയാണ്. അതൊരു തൃശ്ശൂർ ഒരു കുഗ്രാമത്തിൽ. അന്ന് ഇതേപോലെ പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, അന്ന് സാർ എങ്ങനെ കഷ്ടപ്പെട്ട് IIT എത്തിയ അഭിമാനത്തോടു കൂടി ഞാൻ IIT-യിലേക്കാണ്, ചെന്നൈ മദ്രാസ് IIT-യിലാണ് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സാറിന്റെ നാട്ടിലെ ഒരു സുഹൃത്ത്, ആരാന്നറിയില്ല, പറഞ്ഞതാണല്ലോ, എന്ത് എനിക്ക് ITI പഠിക്കണമെങ്കിൽ എനിക്ക് തൃശ്ശൂർ പഠിച്ചാൽ പോലെ കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ശരിക്കും പെട്ടെന്ന് ഓർമ്മ നല്ലതാണ്. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് പല ആളുകൾക്കും അറിയില്ല. നമ്മുടെ കേരളത്തിൽ ലിറ്ററേച്ചി ആണെന്ന് പറയുന്ന സമയത്തും ഒരു കുട്ടി എന്താവണം എന്നുള്ളതിനെ പറ്റി അല്ല, അത് നമ്മള് കുട്ടികളായിരിക്കാം, നമ്മള് പഴയ അവസ്ഥ അതായിരുന്നല്ലോ. അപ്പൊ ഇതേപോലെ IIT-കളിൽ വരുന്ന ആളുകൾ തമ്മിൽ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്താക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, അതിന് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ പറയാന്ന് എനിക്ക് തോന്നി. ഇപ്പൊ നമ്മുടെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് തന്നെ ഒരു ജനറലി നടക്കുകയാണ്. അപ്പോ ഒരു എയ്ഡഡ് കോളേജും ഒരു പ്രൈവറ്റ് കോളേജിലെയും ഒരു വിദ്യാർത്ഥി വന്ന് അവിടെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ വരില്ല. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോലും ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഭയങ്കര ഒരു ഫാക്ടറാണ്, ഇൻഫ്ലുവൻസ് ആണ് അതിന് കൊടുക്കാനുള്ളത് അല്ലേ സാർ? അത് മിസ് പറഞ്ഞപ്പോ എനിക്കൊരു പോയിന്റ് ഓർമ്മ. അത് ഒരേ കമ്പനി തന്നെ ഇപ്പൊ NITs അല്ലെങ്കിൽ IITs കുട്ടികൾ എടുക്കുന്നു, സാധാരണ കോളേജിൽ നിന്ന് കുട്ടികൾ എടുക്കുന്നു, അവരുടെ പാക്കേജ് നല്ല വ്യത്യാസം, സാലറി സ്കെയിൽ ഭയങ്കര ഭീകരമായിരിക്കില്ല. NIT ഉള്ള ആൾക്കാർക്ക് അത്ര ആയിരിക്കില്ല IIT-കാരന് കൊടുക്കുന്നത്. പല കുട്ടികളും വിചാരിക്കുന്നുണ്ടാവും, ഏത് IIT-യിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ബുജിയായിട്ട് പുറത്തേക്ക് അല്ല, IIT പോകുന്ന ആളുകളൊക്കെ ബുജികളാണ്. അങ്ങനെ വിചാരം ഉണ്ടാവും. ഒരിക്കലും അല്ല.
അതായത് IIT അതുപോലെ NIT, നമ്മൾ IIT എന്ന് പറയുന്നതേ ഉള്ളൂ, എല്ലാ പ്രീമിയം ക്യാമ്പസുകളും അതായത് നമ്മളെ ബെസ്റ്റ് മിഥുലന് അല്ലെങ്കിൽ ബെസ്റ്റ് ഷാഹിദ് റംസാന് അല്ലെങ്കിൽ ബെസ്റ്റ് റുഫൈദിന് എന്താക്കും പുറത്തേക്ക്. നമ്മൾക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവ് ഏറ്റവും അതിന് മാക്സിമൈസ് ചെയ്യപ്പെടും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ കുറച്ച് പിന്നെ IITiansന്റെ പാസ് ഔട്ട് ആയ അലുമിനൈസിന്റെ പേര് പറയാം. ഒന്ന് സുന്ദർ പേച്ചി, ഗൂഗിളിന്റെ ചെന്നൈക്കാരനല്ലേ? അതെ. അപ്പൊ ഗൂഗിൾ സിയുടെ സാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോൺ നമ്പർ പോലെ ഉണ്ടാവും. അതെ, അതായിരിക്കും, അത് വിട്ടെ. പിന്നെ ചേതൻ ഭഗത്, റൈറ്റർ. പിന്നെ രഘുറാം രാജൻ, ആരാ? റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. ഓക്കെ. പിന്നെ രാജു നാരായണസ്വാമി, ആരാ? IAS ആണ്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി CM. ഇവരൊക്കെ എന്താണ് IITians. അപ്പൊ നമ്മൾക്കുള്ളിൽ എന്താണോ കഴിവ് അത് നമ്മൾ ആ 4 വർഷം അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷനിലത് ആ ക്യാമ്പസ് അത് പുറത്തേക്ക് കൊണ്ടുവരും. ബെസ്റ്റ് പേഴ്സൺ എവർ. സാർ പറഞ്ഞ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ആ എക്സാമ്പിൾസിൽ എല്ലാം ഡിഫറെന്റ് ആളുകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും അതിനെ ഏറ്റവും പീക്കിലേക്ക് എത്തിക്കാൻ അവിടുത്തെ സിസ്റ്റത്തിനും അവിടുത്തെ ഫാക്കൽറ്റീസിനും അവിടുത്തെ ഒരു സ്ട്രക്ചറിനും ഒക്കെ സാധിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇപ്പൊ എന്താണ് JEE എക്സാം എഴുതുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോയുടെ ഒരു തമ്പ് ഉണ്ടായിരുന്നു അല്ലെ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നെ കൊണ്ട് JEE ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഈ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ സാർ. എന്താണ് ഈ ഒരു ചോദ്യം വന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്, അതായത് സൈലത്തിന്റെ നമ്മുടെ റിപ്പീറ്റർ ബാച്ചിൽ നിന്നും ഇറങ്ങി വന്ന് ഇപ്പൊ ജിപ്മറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് ഗ്രൂപ്പ്. ഒരുപാട് നമ്മളെ കേട്ടിട്ടുണ്ട്. +2 ആ കുട്ടി ഫെയിലാണ് ഫിസിക്സിലാണ്. നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ആവറേജിന്റെ താഴെ എന്ന് തന്നെ പറയാം. അത്രയും ഫെയിൽ ആയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി മനസ്സുകൊണ്ട് പറഞ്ഞ് യെസ് എനിക്ക് പറ്റും, അയക്കാൻ എനിക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പഠിച്ചു തുടങ്ങി. അങ്ങനെ ആ കുട്ടി എൻട്രൻസ് എക്സാം പാസ്സായി. ഇപ്പൊ ജിപ്മർ മെഡിക്കൽ കോളേജാണ് വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യല്ല പഠിക്കും. അതായത് പോസിബിൾ ആണ് അല്ലെ, ഹൃദയത്തോട്ട് പറയാം. സൈലം കൂടിയുള്ള സമയത്ത് പോസിബിൾ ആണ്. സാറ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞത്. അതായത് 75% മിനിമം കട്ട് ഓഫ് മാത്രം കിട്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ NIT പഠിക്കുന്ന കുട്ടി എവിടെയുണ്ട്? നമ്മുടെ സൈലത്തിൽ സ്വന്തമാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും സന്തോഷകരം മറ്റൊരു എക്സാമ്പിള് മാധവനാണ്. മാധവൻ എന്ന് പറഞ്ഞാൽ +2 മര്യാദക്കൊന്നും പഠിച്ചിട്ടില്ല, ക്ലാസ്സിൽ തന്നെ മര്യാദ കയറിയിട്ടില്ല. ഞാൻ മാധവന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നു നിങ്ങളുടെയൊക്കെ ക്ലാസ്, അതായത് +2 സൈലം ഫാക്കൽറ്റീസിന്റെ ക്ലാസ് മാത്രം കേട്ട് മാരത്തോണൊക്കെ പഠിച്ചിട്ട് എക്സാം എഴുതിയതാണ്. അതിനുശേഷം JEEക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തിട്ട് ഏകദേശം നല്ല 94% മാർക്ക് വാങ്ങിയിട്ട് പിന്നെ കുട്ടി ഇപ്പം അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിരിക്കണം. അതിന്റെ ഇന്റർവ്യൂ നമ്മുടെ ജീനിയസ് ചാനലിൽ എന്താണ് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് കുളിർമ നൽകുന്ന സംഭവങ്ങളാണ്. ശരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ എവിടെ പഠിക്കാനൊക്കെ സംശയം ഉണ്ടാവും. ഈ സൈലത്തിന്റെ കീഴിൽ തന്നെ 4 ക്യാമ്പസുകളാണ് കേരളത്തിലുടനീളമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഉണ്ട്, നമ്മുടെ തൃശ്ശൂർ ഉണ്ട്, കോട്ടയത്തുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. അപ്പൊ ഇവർക്ക് എനിക്ക് തോന്നുന്നു ധൈര്യമായിട്ട് ഓഫ്ലൈനിൽ തന്നെ വന്നിട്ട് എന്താക്കാൻ പറ്റും, ഈ JEEക്ക് വേണ്ടി പഠിക്കാനും പറ്റും. ഇപ്പൊ ഒരു ആവറേജ് സ്റ്റുഡൻസിന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും, ഒരു ആവറേജ് ഇപ്പൊ ഫെയിലായ കുട്ടി വരെ ക്രാക്ക് ചെയ്ത് അപ്പൊ വിചാരിക്കും ഈ ആവറേജുകൾക്ക് മാത്രമേ ഇവിടെ പറ്റുള്ളൂ, മറ്റുള്ള ടോപ്പിലേക്ക് പറ്റൂല. അതായത് അവർക്ക് കൂടി പറ്റുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും, അതായത് ചുരുക്കി പറഞ്ഞാൽ ഏത് ലെവലിലേക്ക് താഴാനും ഏത് ലെവലിലേക്ക് ഉയരാനും സൈലം ഫാക്കൽറ്റീസിന് പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ സാറ് പറഞ്ഞ ഈ 4 സ്ഥാപനങ്ങൾ, 4 സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരേ തരത്തിലുള്ള മെറ്റീരിയൽ, ഒരേ തരത്തിലുള്ള സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. പ്രിപ്പയർ ചെയ്യുന്നത് IITയിൽ നിന്നും പാസ് ആയിട്ടുള്ള ഇക്ബാൽ സാറെ പോലത്തെ ആളുകളാണ് എന്നാണ്. അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ മിസ് ചോദിച്ച അടുത്ത ചോദ്യമുണ്ട്, ഇനി എന്ത് ചെയ്യണം അല്ലേ? അതായത് പ്രീമിയം കോളേജുകളിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിത് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യത്തോടു കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രീമിയം കോളേജിൽ എത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് പോസിബിൾ ആണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് റിസ്ക് കുറവാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ IITs NITs മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് വീഡിയോസിലൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം.
ഓക്കെ, അപ്പൊ അതില് പിന്നെ +2 മാം മര്യാദക്ക് പഠിച്ചിട്ടുള്ള സാർ എന്നുള്ള നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് എക്സാം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. മാധവൻ, അഭിഷേക് രൂപൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്കൽ നിങ്ങൾ സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ചേരാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണെന്ന് തോന്നുന്നു. യെസ്, ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണ്. ബോർഡ് എക്സാം പ്ലസ് ജെഇ അല്ലെങ്കിൽ നീറ്റ് കുട്ടികളാണെങ്കിൽ നീറ്റ് അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കിങ്സ് 11 ബാച്ച്. നിങ്ങൾ +1 കുട്ടികളാണെങ്കിൽ +1 കഴിഞ്ഞ കുട്ടികൾക്ക് +2ലേക്ക് സൂപ്പർ കിങ്സിന്റെ ബാച്ച് ഇപ്പോൾ എന്താവുന്നുണ്ട്, റൺ ആവുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മക്കളെ, നിങ്ങൾ ഏത് ലെവലിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, ബിലോ ആവറേജ് ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, എബോ ആവറേജ് ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പൊ അഭിഷേക് രൂപനെ പോലെ, മാധവനെ പോലെ ഒരു എക്സാമ്പിൾ ആകാൻ, എല്ലാവർക്കും ഒരു മാതൃകയാവാൻ നിങ്ങളെ കൊണ്ടും സാധിക്കും എന്നൊരൊറ്റ ഈ ഒരു വീഡിയോത്തോടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ ജെയിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, നമ്മുടെ ബാച്ചസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ ഈ നമ്പറിൽ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. സർ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.